നമ്മുടെ ജീവിതം ഒരു വിജയമാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാകണം, നമ്മൾക്ക് പോകുന്നിടത്തൊക്കെ വിജയം ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എത്ര പേർക്കത് നേടിയെടുക്കാൻ കഴിയുന്നു? വളരെ കുറച്ച് ആൾക്കാർക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിയുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മെൻ്റൽ കൺട്രോളിൻ്റെ കുറവാണ്. സെൽഫ് കൺട്രോളും മെൻ്റൽ കൺട്രോളും ഇത് നമ്മൾക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു 4 വാക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു അമ്മ കുഞ്ഞ് ജനിക്കുമ്പം മുതൽ ഇപ്പം കുഞ്ഞിൻ്റെ വാഞ്ചയ്ക്കനുസരിച്ച് കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നേച്ചറിനനുസരിച്ച് അങ്ങ് നർച്ചർ ചെയ്യുക. അപ്പം ജനറ്റിക്കലി ആ കുഞ്ഞിന് മധുരത്തോട് ഇഷ്ടമാണ്. അപ്പം കുഞ്ഞിന് ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു, കുഞ്ഞപ്പം വാഞ്ച വന്നിട്ട് കുഞ്ഞ് വീണ്ടും കരയുന്നു, കുഞ്ഞിന് മധുരം ഇഷ്ടപ്പെട്ടു, കുഞ്ഞ് കരയുന്നു. അമ്മ വീണ്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാൻ വയ്യാത്തതുകൊണ്ട് വീണ്ടും ഒരു ചോക്ലേറ്റ് കൂടെ കൊടുക്കുന്നു. അങ്ങനെ കുഞ്ഞ് വേണ്ടാന്ന് പറയുന്നിടം വരെ കുഞ്ഞിനെ സന്തോഷിപ്പിച്ച് അത് കൊടുക്കുന്ന ഒരമ്മ എന്താണ് ചെയ്യുന്നത്? ഈ അമ്മയുടെ കുഞ്ഞ് വളർന്നു വരുന്ന ഉടനെ കുഞ്ഞിന് മെൻ്റൽ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അതേപക്ഷം കുഞ്ഞിന് അറിവില്ല, കുഞ്ഞിനെ നയിക്കുന്നത് വാഞ്ചയാണ്. അമ്മയ്ക്ക് അറിവുണ്ട്, എന്ത് കൊടുക്കണം എന്ത് കൊടുക്കരുതെന്ന് കൃത്യമായ നോളജുള്ള ഒരമ്മയാണെങ്കിൽ കുഞ്ഞ് കരഞ്ഞാലും കുഞ്ഞിന് വാഞ്ചയ്ക്കനുസരിച്ച് ഭക്ഷണം കൊടുക്കത്തില്ല. ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ കൂടെയാണ് പിന്നെ മറ്റ് കാര്യങ്ങളും അനിഷ്ടങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് കുഞ്ഞിനെ പൊരുത്തപ്പെടാൻ പഠിപ്പിക്കേണ്ടത് അമ്മയാണ്. അപ്പോൾ അത് കുഞ്ഞിനെ ഒരു പ്ലഷർ സീക്കറാക്കുന്നതും പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുന്നതും അമ്മയുടെ റോളാണ്. അതാണ് നർച്ചറിങ്. എങ്ങനെയാണ് നമ്മൾ ആ എൻവയൺമെൻറ്റ് സൃഷ്ടിക്കേണ്ടത്, കുഞ്ഞിന് പ്രയോജനമുള്ളതും മെൻ്റൽ കൺട്രോൾ ഉള്ളതുമാക്കി മാറ്റുന്ന ഒരമ്മയുടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നല്ല സെൽഫ് കൺട്രോളും മെൻ്റൽ കൺട്രോളും ഉള്ള ഒരു വ്യക്തിയായിട്ട് വളർന്നു വരും. അവർക്ക് പിന്നെ പല കാര്യങ്ങളും ഇപ്പം വേണ്ട, ഭാവിയെ കണ്ട് അവർക്ക് വർഷങ്ങൾ അധ്വാനിക്കാൻ കഴിയും. പിന്നെ ഒരു പ്ലഷർ സീക്കർക്ക് അന്നേരം തന്നെ റിസൾട്ട് വേണം. മതിരിക്കുന്ന റിസൾട്ട് നോക്കുന്ന ഒരാൾക്ക് ഭാവി കുറവായിരിക്കും, ഭാവിയിലുള്ള വിജയം കുറവായിരിക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളെയും നമ്മൾ കർട്ടൈൽ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ, ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. പ്രസൻറ്റ് പ്ലഷേഴ്സ് കട്ട് ചെയ്തെങ്കിലേ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് മെൻ്റൽ കൺട്രോൾ വളർത്തിയെടുക്കേണ്ടത് അമ്മയ്ക്കൊരു വലിയ റോളാണ്. അപ്പോൾ അമ്മമാരത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ സന്തോഷത്തെക്കാട്ടി കൂടുതൽ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്ത അനിഷ്ടങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ഓരോ ദിവസവും നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ടത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. ഇനി സപ്പോസ് പിന്നെ നമുക്കിപ്പോൾ ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സായ ഒരു മകൻ അല്ലെ മകൾ, അവർക്കിപ്പം മെൻ്റൽ കൺട്രോൾ കുറവാണ്. ഇനി നമുക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ കഴിയത്തില്ല. ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, അവർ മനസ്സിലാക്കണം എനിക്ക് എത്ര ഇപ്പം മാർക്കാണെങ്കിൽ സ്കൂളിലെ മാർക്കാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പം 4 പേര് നിങ്ങളുടെ ഫ്രണ്ട്സ്, അതിനകത്ത് നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മെൻ്റൽ കൺട്രോൾ എന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റും. അഡിക്ഷനുകളിൽ വീഴാത്ത വ്യക്തിക്ക് മെൻ്റൽ കൺട്രോൾ കൂടുതൽ, അഡിഷനുകളിൽ പോകുന്നവർക്ക് മെൻ്റൽ കൺട്രോൾ കുറവാണ്. പിന്നെ അഡിഷനുകളുടെ ഇൻറ്റൻസിറ്റി ഉണ്ട്. എങ്ങനെയാണത് അവർ ഉപയോഗിക്കുക? സോഷ്യൽ മീഡിയ ആയാലും മദ്യമായാലും സിഗരറ്റായാലും പിന്നെ എൻ്റർടൈൻമെൻറ്റുകൾ എന്തിനൊക്കെ നമ്മൾ പോകുന്നുണ്ട്, നമ്മുടെ ഫോക്കസ്ഡായിട്ട് നമുക്ക് എത്രത്തോളം നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, മെൻ്റൽ കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് മെൻ്റൽ കൺട്രോൾ കൂടുതലാണോ കുറവാണോ എന്ന്. കുറവാണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ വളർത്തിയെടുക്കാം? ഒന്ന്, ഫസ്റ്റ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് നിങ്ങളുടെ മെൻ്റൽ കൺട്രോളിന്. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം 3 നേരവും നല്ല നോൺ വെജ് ആവശ്യത്തിലധികം ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾ കൊണ്ടുവരണം. ഒരു 3 months കൊണ്ട് ക്വാണ്ടിറ്റി ആദ്യം കുറയ്ക്കുക. പിന്നെ രുചികരമായ ഏത് ഫുഡിനോടാണോ നിങ്ങൾക്ക് കൂടുതൽ അഡിക്ഷൻ, ഇപ്പം ചിക്കൻ ഫ്രൈയോട് ഭയങ്കര അഡിക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, പിന്നെ അത് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഫുഡിൽ ആദ്യം നിങ്ങളൊരു കൺട്രോൾ ഉണ്ടാവുക. അപ്പോൾ ഫിസിക്കലി നിങ്ങൾ കൺട്രോളായി വരും. പിന്നെ അധികമായിട്ട് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് പിന്നെ കുറേശ്ശെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫുഡായാലും ഡ്രിങ്ക്സ് ആയാലും ഏതായാലും മധുരത്തോട് ആർത്തി ഉണ്ടെങ്കിൽ അതും കുറേശ്ശെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരണം. അങ്ങനെ ഫുഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി മെൻ്റൽ കൺട്രോൾ ഉണ്ടാക്കുന്നതിൻ്റെ. ഓക്കെ, ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ അതെങ്ങനെ ചെയ്യണമെന്ന് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാം.